ഗവൺമെന്റ് സബ്മിറ്റ് 2025 ആശംസ പ്രസംഗത്തിനായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Can we have the district coordinator of NSS Technical Cell Malappuram? Can we have Engineer Anwar Sulaiman sir to kindly join us on stage? Good afternoon to all. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ലഹരി വിരുദ്ധ ദേശ സന്ദേശം നൽകിയ ബഹുമാന്യനായ ലഫ്റ്റനന്റ് ഋഷി രാജലക്ഷ്മി സാർ അവറുകൾ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്ന ന്യൂറോ സൈക്കാട്രി സെൻ്ററിൻ്റെ ഫൗണ്ടർ കൂടിയായ ഡോക്ടർ ഹൈദർ അലി കള്ളിയത്ത് സർ, അതോടൊപ്പം തന്നെ മാധ്യമധർമ്മവും ലഹരി മുക്ത ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്ന മിസ്റ്റർ PG സുരേഷ് കുമാർ സർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൾച്ചറൽ പെർഫോമൻസ് മിസ്സിസ് ധന റാസിക് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഈ പ്രോഗ്രാമിന് വേണ്ടി മലപ്പുറം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന സ്റ്റുഡൻസ്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ്, NCC കേഡറ്റ്സ് അടക്കമുള്ള വലിയൊരു വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി നമ്മുടെ ഇന്ന് ഹൈദർ അലി ഡോക്ടർ ഇങ്ങനെ ഒരു സെഷൻ നടത്തുന്നത് തന്നെ ഇന്ത്യ കണ്ട ഇത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകർ വിദ്യാർത്ഥി സമൂഹവുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഈ ഒരു വിഷയത്തിൻ്റെ ആവശ്യകത ക്യാമ്പസുകളിൽ വന്നിട്ട് ചർച്ച ചെയ്യപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തെ നാഷണൽ സർവീസ് സ്കീം ഇതിനെ നെഞ്ചോട് ചേർക്കുകയാണ് ഉണ്ടായത്. കാരണം ലഹരിക്കെതിരെ ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രമേയവുമായിട്ട് നാഷണൽ സർവീസ് സ്കീം ലഹരിക്കെതിരെ വലിയ ഒരു പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരൂരിലെ ജനത ലഹരിക്കെതിരെ ഒട്ടനവധി പ്രോഗ്രാമുകൾ തിരൂരിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിപത്ത് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ലഹരി മുക്തമായിട്ടുള്ള ഒരു സമൂഹത്തിനെ, ലഹരി മുക്തമായ ഒരു തിരൂരിനെ, ലഹരി മുക്തമായ ഒരു മലപ്പുറം ജില്ലയെ, കേരളത്തിനെ, ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഡോക്ടർ ഇന്ന് ഈ സെഷനിലൂടെ നമുക്ക് എടുത്തു കാണിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ നമുക്കറിയാം, ഈ ഹാള് നിറഞ്ഞ് കവിഞ്ഞിട്ട് നമ്മുടെ GS പ്രദീപ് സാറായിരുന്നു അന്ന് ഈ പ്രോഗ്രാമിൻ്റെ വിശിഷ്ട വ്യക്തിത്വം. എനിക്കറിയാം, നമ്മൾ പുറത്തേക്ക് ഈ പ്രോഗ്രാം ഏതാണ്ട് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകപ്പെട്ടു. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലഹരിക്കെതിരെ വിവിധ രൂപത്തിലാണ് ലഹരി നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ദിവസത്തിനേറെ പ്രാധാന്യമുണ്ട്. വളരെ മാനസികമായ വെല്ലുവിളികളാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ലഹരിയുടെ ഉപഭോഗം മൂലം വളരെ നല്ല രൂപത്തിലുള്ള ജീവിതം കെട്ടിപ്പടുത്തുവാൻ സാധിക്കാതെ തന്നെ വീട്ടിൽ നമ്മൾ 2 മണിക്കും 3 മണിക്കുമൊക്കെ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ലഹരിയുടെ ഉപഭോഗവും കൂടിയിട്ട് വിദ്യാർത്ഥി സമൂഹം ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ, രാവിലെ വന്നിരിക്കുമ്പോൾ മറ്റൊരു അബോധാവസ്ഥയിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവൻ മറ്റേതോ ഒരു ലോകത്തിലേക്കാണ് അവൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ലഹരിയുടെ കെമിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപഭോഗങ്ങൾ വിദ്യാർത്ഥി സമൂഹം അവർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനമായ ലക്ഷണമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലേണ്ടതുണ്ട്. ലഹരിക്കെതിരെ നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലി എൻ്റെ ഈ കർത്തവ്യം ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട
ഹൈദർ സാറിനോട് ഞാൻ പെർമിഷൻ എടുത്തിട്ട് തന്നെ നമുക്ക് ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ലഹരിക്കെതിരെ ഉള്ള ഒരു പ്രതിജ്ഞാവാചകമാണ്: മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റെതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. താങ്ക് യു. ഇത്രയും വിദ്യാർത്ഥികൾ, ഇത്രയും വലിയൊരു സമൂഹം ഈ ഒരു പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പസുകളിൽ അടുത്ത തിങ്കളാഴ്ച ഈ ഒരു പ്രമേയത്തിന്റെ ഭാഗമായിക്കൊണ്ട്, ഈ ഡോപ്പമിൻ സമ്മിറ്റിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ഈ ഒരു പ്രതിജ്ഞാവാചകം നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ സന്ദേശങ്ങളും പ്രോഗ്രാമുകളും നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന്, നമ്മുടെ ഈ ദേശത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ജനസമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അവസരം തന്ന ഈ ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ഡോക്ടർ ഹൈദർ അലി സാർ, അതോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, എല്ലാവരോടും തിരൂർ സിദി സായി മെമ്മോറിയൽ പോളിടെക്നിക്കിന് ഉള്ള നന്ദിയും കടപ്പാടും, അതോടൊപ്പം സ്റ്റേറ്റ് നാഷണൽ NSS ടെക്നിക്കൽ സെല്ലിൻ്റെയും നാഷണൽ സെല്ലിൻ്റെയും ഒക്കെ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് NSS.